ഓൾ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗേൾസ് ഉള്ള ടോപ്പിക്കാണ്. അതായത് ഗേൾസ് ആയാലും സ്ത്രീകളായാലും ഒക്കെ ഒരുപാട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫീമെയിൽ പ്രൈവറ്റ് ഏരിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിൻ്റെ ചാൻസും ഭയങ്കര കൂടുതലാണ്. അതിനെ കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫീമെയിലിൻ്റെ യുറീത്ര എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലെങ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത് ഈ ഒരു ഫീമെയിൽസിനാണ്. പക്ഷേ മെയിലിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു യുറീത്ര എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ ഒരു UTI കാര്യങ്ങളൊക്കെ വന്ന് പിടിക്കാനുള്ള ചാൻസ് വളരെ സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും കുറവാണ്. അപ്പോൾ ഈ ഒരു യൂറിനറി റിലേറ്റഡ് കാര്യം മാത്രമല്ല, നമ്മുടെ ആ ഒരു വജൈന ആയാലും വൾവൽ ഏരിയ ആയാലും ഒക്കെ ഭയങ്കര ഇൻഫെക്ഷൻസിന് ചാൻസ് കൂടുതലുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഈ ഒരു ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒത്തിരി ഇൻറ്റിമേറ്റ് വാഷസും കാര്യങ്ങളൊക്കെ അവൈലബിൾ. നമ്മൾ വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന രീതികൾ ശരിയാണോ ഇല്ലെന്നൊക്കെ നമുക്കിപ്പോൾ അറിയാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പേരിൽ ഇപ്പോൾ ക്ലീനിങ് കൂടി പോയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ടവരുമുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഇൻഫെക്ഷൻ വന്ന് പിടിക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ, ഓരോ പോയിന്റ് വൈസ് ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഈ സോപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും നമ്മൾ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യാനേ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വജൈനൽ pH തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വജൈനയിൽ ഒരു pH ഉണ്ട്, ആ ഒരു അതായത് അസിഡിക് ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു pH ബാലൻസ് തെറ്റിക്കാനുള്ള ചാൻസ് ഈ സോപ്പിലുണ്ട്. സോപ്പായാലും നമ്മളെ ഇൻറ്റിമേറ്റ് വാഷസ് ആയാലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ വജൈനൽ pH നശിപ്പിക്കുന്ന ഈ ഒരു സോപ്പ് നമ്മൾ യൂസ് ചെയ്യാനേ പാടില്ല. നമുക്ക് വെള്ളം തന്നെ വളരെ ധാരാളമാണ് നമ്മുടെ ഈ ഒരു വജൈന അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം ഒരു വജൈന എന്ന് പറയുമ്പോഴേ ഒരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ സോപ്പോ അല്ലെങ്കിൽ ഭയങ്കര റഫായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന് വിചാരിച്ച് ക്ലീൻ ചെയ്യാതിരിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം വളരെ നല്ലതാണ്. വാമായിട്ടുള്ള വാട്ടർ, ഒത്തിരി ചൂട് കൂടി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം, ഇപ്പോൾ ഇച്ചിങ് അതുപോലെ ചൊറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബാത്ത് ടബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് വെള്ളം തന്നെ മോർ ദാൻ ഇനഫാണ് നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട്. നമുക്ക് ഇൻറ്റിമേറ്റ് വാഷസിൻ്റെയോ അല്ലെങ്കിൽ സോപ്പിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. ഈ ഒരു സോപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ pH ബാലൻസ് തെറ്റുന്നതിലപ്പുറം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ വജൈനയിൽ ഒത്തിരി നല്ല ഈ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്ലോറ, അതായത് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നശിച്ചു പോകാനായിട്ട് നമ്മൾ ഈ സോപ്പൊക്കെ രൂക്ഷമായിട്ട് എടുത്ത് തേക്കുന്നത് ഭയങ്കര എന്താ പറയുക, റോങ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാനേ പാടില്ല. നമ്മൾ വെള്ളം മാത്രം മതി. അത് തന്നെ നമുക്ക് ആവശ്യത്തിലധികമാണ് കേട്ടോ. അപ്പം വെള്ളം വെച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം സോപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒത്തിരി ഈ സോപ്പൊക്കെ പതപ്പിച്ച് തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ നീറ്റലും ചുവപ്പും തടിപ്പും ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തേക്കുക. പിന്നെ നമ്മൾ വെള്ളം യൂസ് ചെയ്ത് കഴുകുമ്പോഴായാലും ഒത്തിരി ഈ നമ്മുടെ വെള്ളം ഭയങ്കര ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ അടിച്ച് കഴുകരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, വജൈനൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫീമെയിൽസിന് ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളമൊന്നും ഭയങ്കര ഫോഴ്സ്ഫുള്ളി ആയിട്ട് നമ്മുടെ എന്താ പറയുക, ആ ഒരു സ്പ്രിംഗ്ലറില്ലേ, ആ ഒരു ഷഫ്താഫ് എന്നൊക്കെ പറയുന്ന സാധനം, അതൊക്കെ വെച്ച് നമ്മൾ നല്ല ഫോഴ്സ്ഫുള്ളി അടിച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അത്രയ്ക്കൊക്കെ അടിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ വെള്ളം യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധാരണ വെള്ളം കപ്പിലെടുത്തിട്ട് കഴുകിയാൽ മാത്രം മതി. വാം വാട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വെള്ളവും സോപ്പിൻ്റെ കാര്യം മനസ്സിലായി. ഇനി ഞാൻ പറഞ്ഞത് ഓൾറെഡി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതിപ്പോൾ നമ്മൾ വെള്ളം ആയാലും നമ്മൾ ഒരു ഫ്രണ്ട് ടു ബാക്ക് എന്നുള്ള ടെക്നിക്കിലാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ബാക്ക് ടു ഫ്രണ്ട് അല്ല. ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുന്ന ഏരിയയാണ്. അതിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും എന്തുമാത്രം നമ്മൾ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാമെന്ന് നിങ്ങൾക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ മനസ്സിലാകത്തില്ലേ, കോമൺ സെൻസിൽ തിങ്ക് ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രണ്ട് ടു ബാക്കാണ് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ തവണയും യൂറിൻ പാസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്യുകയും വേണം. അതാണ് ഏറ്റവും കൂടുതൽ
ശ്രദ്ധിക്കാനുള്ളത്. കാരണം എപ്പോഴായാലും നമ്മൾ വെറ്റായിരിക്കുന്ന സ്ഥലത്താണ് ബാക്ടീരിയാസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ തവണയും യൂറിൻ പാസ് ചെയ്തതിന് ശേഷം കഴുകിയതിന് ശേഷം നല്ലൊരു ടിഷ്യൂ കാര്യങ്ങളോ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ടു ബാക്ക് എന്നുള്ള കാര്യം മാത്രം പ്രത്യേകിച്ച് നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്തതിന് ശേഷം ഉള്ള കാര്യമാണ്. എപ്പോഴും നമ്മൾ ഫ്രണ്ട് ടു ബാക്ക് മാത്രമേ എപ്പോഴും വൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ തുടയ്ക്കാനോ കഴുകാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നിങ്ങൾ ക്ലീനിങ് മെത്തേഡിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെൻസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവകാല ശുചിത്വമാണ്. അതൊരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മെൻസ്ട്രൽ പീരീഡിൽ ഇരിക്കുന്ന സമയത്തായാലും ഇപ്പോൾ ആ ഒരു പാഡ് ചേഞ്ചിങ്ങിൻ്റെ കാര്യങ്ങളാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു 5 to 6 hours നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിപ്പം ടാമ്പോൺസ് ആയാലും കപ്പായാലും അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ആ ഒരു ഇത് ചേഞ്ച് ചെയ്യുക തന്നെ വേണം. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ സോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ എസ്പെഷ്യലി നമ്മൾ മെൻസ്ട്രൽ പീരീഡിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും സോപ്പ് യൂസ് ചെയ്ത് നമ്മളവിടെ കഴുകാനേ പാടില്ല. ഇപ്പം നമ്മൾ മെൻസ്ട്രൽ പീരീഡിലൊക്കെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് അത് ഭയങ്കര അൺഹൈജീനിക് ആയിട്ടും ഭയങ്കര വെറ്റായിട്ടും ഒക്കെ തോന്നും. അപ്പം നമുക്ക് ഈ സോപ്പ് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് വാഷസ് ഒക്കെ വെച്ച് കഴുകുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്, അതൊക്കെയാണ് മനസ്സിലാവും. പക്ഷേ അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ സോപ്പോ ഇൻറ്റിമേറ്റ് വാഷസോ നമ്മൾ ഒരിക്കലും പ്രൈവറ്റ് ഏരിയയിൽ എപ്പോഴും ഇപ്പോൾ പീരീഡ്സ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊന്നും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് പീരീഡ്സ് ഉള്ള ടൈമിൽ യൂസ് ചെയ്യാനേ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളായാലും പിന്നെ അതുപോലെ നമ്മൾ കോട്ടൺ ആയിട്ടുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കഴിവത് അത് ഇപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് അത് 2 തവണയായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു മെൻസ്ട്രേറ്റിംഗ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനായിട്ട് നമുക്ക് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 ഇന്നേഴ്സ്, അതായത് ഒരു ദിവസം 2 ഇന്നേഴ്സ് മാറാനായിട്ട് പറയുന്നത്. കാരണം അത്രയും നമ്മൾ വളരെ ഹൈജീനിക് ആയിട്ട് ഡ്രൈ ആയിട്ടും വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആ പ്യൂബിക് ഹെയർ ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ പ്യൂബിക് ഹെയർ എന്ന് പറയുമ്പോൾ അറിയാലോ, ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു ഹെയർ റിമൂവ് ചെയ്യുന്നതാണ്. നമ്മൾ ആംബിറ്റിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു ഹെയർ ആണ്. പക്ഷെ അത് ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ പലരും നമ്മളിപ്പം ഷേവ് ചെയ്യാറുണ്ട്. അത് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഷേവ് ചെയ്യാറുണ്ട്, വാക്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള ക്രീംസ് അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ലേസറൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും നല്ലതല്ല. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്ത് കംപ്ലീറ്റ്ലി എടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ട്രിം ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ട്രിം ചെയ്താൽ മാത്രം മതി. നമ്മൾ പാടെ അങ്ങോട്ട് ഷേവ് ചെയ്തോ വാക്സ് ചെയ്തോ കളയേണ്ട ഒരു ആവശ്യമില്ല. ഇച്ചിരി ഹെയർ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ്. അങ്ങനെയാണ് നമ്മൾ ഡോക്ടേഴ്സ് ഉൾപ്പെടെ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്യൂബിക് ഹെയറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു പോയിന്റ് വേണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് കേട്ടോ. എന്നാലും നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു ഹെയർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തില്ലെങ്കിൽ യാതൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല, അറിയാം. പക്ഷേ നമ്മൾ എപ്പോഴും ഇതുപോലെ ട്രിം ചെയ്യുക, നല്ലതായിട്ടൊന്ന് ട്രിം ചെയ്ത് നിർത്തിയാൽ മാത്രം മതി. അത് തന്നെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയും പോയിന്റ്സാണ് നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ഏരിയ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഒരു സബ് ടോപ്പിക്സ് ആയിട്ട് തന്നെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുണ്ട്. നമ്മുടെ മെൻസ്ട്രൽ ഹൈജീനും കാര്യങ്ങളൊക്കെ, അതുപോലെ പ്യൂബിക് ഹെയർ ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ വരും വീഡിയോസിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് ടീനേജേഴ്സ് ഒക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് പറ്റുന്നത്. പിന്നെ ഇതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം നമ്മുടെ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അറിയാമെങ്കിലും മിസ്റ്റേക്സ് വരുത്തുന്നവരുണ്ട്. അപ്പോൾ ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.